ഹലോ എവരി വൺ. ഇനി നമുക്ക് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെഷനാണ് പേഴ്സൺ എന്ന് പറയുന്നത്. പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ഏത് സെക്ഷന്? സെക്ഷൻ 2 സബ്സെക്ഷൻ 31. പേഴ്സൺ എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാം ആരൊക്കെയാണ് പേഴ്സൺ എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ അണ്ടറിൽ വരുന്നതെന്ന്. പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31ൻ്റെ അണ്ടറിൽ വരുന്നത് ഇൻഡിവിജ്വൽ, ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, കമ്പനി, ഫേം, AOP ഓർ BOI, ലോക്കൽ അതോറിറ്റി, ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഇങ്ങനെ 7 സെക്ഷൻസ് ആയിട്ടാണ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ ഇൻകം ടാക്സിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നോക്കിക്കേ, ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് പറയുന്നത് ദ ടേം പേഴ്സൺ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇൻകം ടാക്സ് ഇസ് ചാർജ്ഡ് ഓൺ എവരി പേഴ്സൺ. ഇറ്റ് ഇൻക്ലൂഡ്സ് ബോത്ത് നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ക്രിയേറ്റഡ് ബൈ ലോ എൻറ്റിറ്റീസ്. അതായത് ഇൻകം ടാക്സിനെ സംബന്ധിച്ച് പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പേഴ്സൺ എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓരോ വ്യക്തികളിലും ഇൻകം ടാക്സ് ചാർജ് ചെയ്യപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പേഴ്സൺ എന്ന് പറയുന്ന സംഭവം വേണമെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ് ആവാം. അതായത് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു ഹ്യൂമൻ ബീയിങ് അല്ലേ. അതായത് പിന്നെ നമുക്ക് മൂന്നാമതായിട്ട് വരുന്ന കമ്പനിയാണ്. കമ്പനി ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്, ഒരു ഹ്യൂമൻ ബീയിങ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സൺ എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്ന ബോത്ത് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ഉണ്ട് അതിൽ. അപ്പം അങ്ങനെ 7 ഫാക്ടേഴ്സായിട്ട് പേഴ്സൺസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ 7 ഫാക്ടേഴ്സും ഇൻകം ടാക്സിൽ ടാക്സ് പേയബിളാണ്. അതുകൊണ്ട് തന്നെ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിന് വളരെ വലിയ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അപ്പം നമ്മൾ ഈ 7 ഫാക്ടേഴ്സിനെ അല്ലെങ്കിൽ 7 കമ്പോണൻസ് ഓഫ് പേഴ്സൺ അണ്ടർ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതിലൊരു മെമ്മറി ട്രിക്ക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. IHCFABLA ഈ ലെറ്റേഴ്സ് ഓർത്തിരിക്കുവാണെങ്കിൽ I ഫോർ ഇൻഡിവിജ്വൽ, H ഫോർ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, C ഫോർ കമ്പനി, F ഫോർ ഫേം, A ഫോർ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ്, B ഫോർ ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, L ഫോർ ലോക്കൽ അതോറിറ്റി, A ഫോർ ആർട്ടിഫിഷ്യൽ ജുഡീഷ്യൽ പേഴ്സൺ. ഓക്കെ, പേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നുകൂടെ പറയുവാണെങ്കിൽ ആൻ എൻറ്റിറ്റി ഓൺ വിച്ച് ഇൻകം ടാക്സ് ക്യാൻ ബി ചാർജ്ഡ്. അതായത് ഇൻകം ടാക്സ് ചാർജ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിയെയാണ് പേഴ്സൺ എന്ന് പറയുന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പേഴ്സൺ സെക്ഷൻ 2 സബ്സെക്ഷൻ 31. ഇനി നമുക്ക് ഇതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, എ സിംഗിൾ ഹ്യൂമൻ ബീയിങ്. ഈ ഇൻഡിവിജ്വലിനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇൻഡിവിജ്വൽ എന്താണെന്ന് നോക്കാം. അണ്ടർ ദ ഇൻകം ടാക്സ് ആക്ട് ദ ടേം ഇൻഡിവിജ്വൽ റെഫേഴ്സ് ടു എ നാച്ചുറൽ പേഴ്സൺ ദാറ്റ് ഈസ് എ ഹ്യൂമൻ ബീയിങ്. This is most basic category of person for taxation. It includes males, females, children, a person of unsound or sound mind. So, individual is a very wide term and not limited to only adults' income. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആരാണ്? ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാറ്റഗറിയാണ്. പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ, അതായത് സെക്ഷൻ 2 സബ്സെക്ഷൻ 31 എന്ന് പറയുന്ന സെക്ഷനിൽ പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഇൻഡിവിജ്വൽ. ബേസിക് ആൻഡ് ഫസ്റ്റ് കോൺസെപ്റ്റാണ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ എന്താ? ഇൻകം ടാക്സ് പേ ചെയ്യാൻ
കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിനെയാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ ബേസിക്കായിട്ട് ഒരു ഫസ്റ്റ് എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പേഴ്സൺ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ് ആണെന്നാണ് പറയുന്നത്. ഇതിലാരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കേ. മെയിൽസ് ഉണ്ട്, ഫീമെയിൽസ് ഉണ്ട്, ചിൽഡ്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, മൈനേഴ്സ് ഉണ്ട്, പേഴ്സൺസ് ഓഫ് സൗണ്ട് ഓർ അൺസൗണ്ട് മൈൻഡ്. ഇത്രയും ക്ലാസിഫിക്കേഷനാണ് ഇൻഡിവിജ്വലിൽ വരുന്നത്. സോ ഇൻഡിവിജ്വൽ ഈസ് എ വെരി വൈഡ് ടേം ആൻഡ് നോട്ട് ലിമിറ്റഡ് ടു ഒൺലി അഡൽട്ട്സ് ഏണിങ് ഇൻകം. അതെന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻകം ഏൺ ചെയ്യുന്ന പ്രായപൂർത്തിയായ വ്യക്തികളെ മാത്രമല്ല ആരായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്, ഇൻഡിവിജ്വലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. പകരം ഇൻകം ഉള്ള ഏതൊരു വ്യക്തി, അതായത് ഏതൊരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ്ങും അവർക്ക് ഇൻകം ഉണ്ട്, ആ ഇൻകം ടാക്സബിൾ ആണെങ്കിൽ അവരെ നമുക്ക് ഇൻഡിവിജ്വൽ എന്ന കാറ്റഗറിയുടെ അണ്ടറിൽ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും. ഇനി ഇൻഡിവിജ്വലിന് കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലാണ് ഇൻഡിവിജ്വൽ ഇൻക്ലൂഡ്സ് മൈനർ ആസ് ആൻ ഇൻഡിവിജ്വൽ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. എ മൈനർ, എ പേഴ്സൺ ബിലോ 18 years ഈസ് ഓൾസോ ട്രീറ്റഡ് ആസ് ഇൻഡിവിജ്വൽ അണ്ടർ ഇൻകം ടാക്സ്. But here is the key point. A minor cannot manage legal or financial matters. The income belongs to the minor, but assessment is done through guardian. Who is a guardian? Parent, usually father or mother or any legal appointed guardian. ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? എ മൈനർ, എ പേഴ്സൺ ബിലോ 18 years. അതായത് ഒരു മൈനർ, അതായത് 18 വയസ്സിന് താഴെയുള്ള ഒരു മൈനറിനെയും നമുക്ക് ഇൻഡിവിജ്വലായിട്ട് പറയാൻ പറ്റും ടാക്സ് പർപ്പസസിൻ്റെ കേസിൽ. അതായത് ഇൻകം ടാക്സ് ആക്ടിൻ്റെ അണ്ടറിൽ 18 വയസ്സിൽ താഴെയുള്ള ഇൻകം ഏൺ ചെയ്യുന്ന ഒരു മൈനറിനെയും നമുക്ക് അസസ്സിയായിട്ട് കണക്കാക്കാൻ പറ്റും. പക്ഷേ അതിലൊരു കീ പോയിൻ്റ് ഉള്ളതെന്ന് എന്താണെന്ന് വെച്ചാൽ, ഈ 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് ലീഗലായിട്ടുള്ള അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് മാനേജ് ചെയ്യാനുള്ള കഴിവുണ്ടാവണമെന്നില്ല. അവർക്കതിനുള്ള എന്താ പറയുന്നത്, മെച്യൂരിറ്റി അല്ലെങ്കിൽ നോളജ് ഉണ്ടാവണം എന്നില്ല അല്ലേ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യുന്നത്, മൈനറിന് ബിലോങ് ചെയ്യുന്ന ഇൻകം എന്ന് പറയുന്നത് അസസ്മെൻറ്റ് ചെയ്യുന്നത് ഗാർഡിയനായിരിക്കും. അസസ്മെൻറ്റ് ആരുടെ ബേസിസിലായിരിക്കും ചെയ്യുന്നത്? ഗാർഡിയൻ ആയിരിക്കും ചെയ്യുന്നത്. അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ച് ഇൻകം ഏൺ ചെയ്യുന്ന 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് എന്താണെന്ന് പറയാൻ പറ്റും, അസസ്സിയാന്ന് പറയാൻ പറ്റും. പക്ഷേ അതിലൊരു കേസ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികൾ, അതായത് കുട്ടികൾ നമുക്ക് പറയാം അല്ലേ, ആ കുട്ടികൾക്ക് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു പ്രാപ്തി ഉണ്ടാവണമെന്നില്ല. സോ അങ്ങനെയുള്ള കേസസിൽ ഈ ഇൻഡിവിജ്വൽ ആയിട്ട് കരുതപ്പെടുന്ന ഈ മൈനറിന് ഒരു ഗാർഡിയൻ ഉണ്ടെങ്കിൽ ആ ഗാർഡിയൻ്റെ മേളിലായിരിക്കും അസസ്മെൻറ്റ് നടത്തുന്നതും ആ ഒരു ഗാർഡിയൻ ആയിരിക്കും ടാക്സിന് ലയബിൾ ആവുന്നതും. ഇനി നമുക്ക് ഗാർഡിയൻ ആരാന്ന് നോക്കാം. ഗാർഡിയൻ എന്ന് പറയുമ്പം പേരൻ്റ് ആവാം. യൂഷ്വലി ഫാദർ അല്ലെങ്കിൽ മദർ ആയിരിക്കും പേരൻ്റായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഓർ എനി ലീഗൽ അപ്പോയിൻറ്റഡ് ഗാർഡിയൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നിയമപരമായിട്ട് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഗാർഡിയൻ ആയിരിക്കും ഈ ഒരു മൈനറിൻ്റെ പേരിലുള്ള ഇൻകത്തിൽ അസസ്മെൻറ്റിന് പാത്രമാകുന്നത്. അതായത് നമ്മൾ ഇത്രയും പറഞ്ഞ എന്താ, മൈനർ ആസ് എൻ ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പോൾ 18 വയസ്സിൽ താഴെ ഇൻകം ഏൺ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ ലീഗൽ മാറ്റേഴ്സ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കണമെന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു ഗാർഡിയനെ വയ്ക്കും. അല്ലെങ്കിൽ മെയിൻലി ആ ഒരു ഗാർഡിയൻ എന്ന് പറയുന്നൊരു പേരൻ്റ് ആവാം, അതായത് ഫാദർ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫാദർ അല്ലെങ്കിൽ മദർ ആവാം, അല്ലെങ്കിൽ ഒരു ലീഗലി അപ്പോയിൻറ്റഡ് ഗാർഡിയൻ ആയിരിക്കും. ഈ ഗാർഡിയൻ്റെ മേളിലായിരിക്കും ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഗാർഡിയൻ ആയിരിക്കും ടാക്സ് ലയബിലിറ്റി പേ ചെയ്യേണ്ടതും. എക്സാമ്പിൾ നോക്കിയേ, ഇഫ് എ ചൈൽഡ് ഏൺസ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ദെയർ നെയിം, ഗിഫ്റ്റ്സ്, ടാലൻറ്റ്സ് ലൈക്ക് ആക്ടിങ്, യൂട്യൂബ് എക്സെട്ര, ടാക്സസ് കാൽക്കുലേറ്റഡ് ഓൺ ദ മൈനേഴ്സ് ഇൻകം ബട്ട് ഫൈൽഡ് ആൻഡ് ഹാൻഡിൽഡ് ബൈ ദ ഗാർഡിയൻ. അതായത് ഏതെങ്കിലും ഒരു മൈനർ 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി ഇൻകം ഏൺ ചെയ്യുകയാണ്. ഏതൊക്കെയാണ് പറയുന്നത്, ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്,
ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദെയർ നെയിം, അവരുടെ പേരിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, അതിൽ നിന്നൊരു ഇൻകം ഏൺ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ്സ് കിട്ടി, പിന്നെ ആ കുട്ടിയുടെ ടാലൻറ്റ് വെച്ച് ലൈക്ക് ആക്ടിങ്, യൂട്യൂബ് എക്സെട്ര ആ കുട്ടി ഇൻകം ഏൺ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കുട്ടിയുടെ ഇൻകത്തിൻ്റെ മേലുള്ള ടാക്സ് പേ ചെയ്യേണ്ടത് ആരായിരിക്കും? ഗാർഡിയൻ ആയിരിക്കും. ഇത്രയാണ് ഇൻഡിവിജ്വൽ ആസ് എ മൈനർ എന്ന് പറയുന്ന കേസിൽ വരുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷനാണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. അൺസൗണ്ട് മൈൻഡ് ഉള്ളൊരു വ്യക്തി ഇൻകം ഏൺ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിയുടെ ഇൻകത്തിൻ്റെ പേരിലുള്ള ടാക്സ് ആരായിരിക്കും പേ ചെയ്യുന്നതെന്ന് നോക്കാം. എ പേഴ്സൺ ഹു ഈസ് മെൻ്റലി ഇൻകേപ്പബിൾ ഓഫ് മാനേജിങ് ദെയർ അഫയേഴ്സ് ഈസ് ഓൾസോ കൺസിഡേർഡ് ആസ് ഇൻഡിവിജ്വൽ important. Such a person cannot handle tax matters. Assessment is done through a manager or guardian. Who acts here? Legal guardian, court appointed manager. എന്താ പറഞ്ഞിരിക്കുന്നത്? മെൻ്റലി ഇൻകേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയെ, ആ ഒരു വ്യക്തിയും ഇൻകം ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ ഇൻഡിവിജ്വലായിട്ടാണ് ഇൻകം ടാക്സിൻ്റെ അണ്ടറിൽ കാണുന്നത്. അതായത് മെൻ്റലി ഇൻകേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയും ഇൻകം ടാക്സിൻ്റെ കണ്ണിൽ അസസി തന്നെയാണ്. ഇങ്ങനെയുള്ള കേസസിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ടാക്സ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ എന്താണ്, ആരാണ് ഈ അസസ്മെൻറ്റ് ചെയ്ത് ഇൻകം ടാക്സ് ലയബിലിറ്റി ഏറ്റുവാങ്ങുന്നത്? ആ വ്യക്തിയുടെ മാനേജറോ അല്ലെങ്കിൽ ഗാർഡിയനോ ആയിരിക്കും. ഈ ഒരു മാനേജർ അല്ലെങ്കിൽ ഗാർഡിയൻ എന്ന് പറയുന്നത് ആരായിരിക്കും? ആ വ്യക്തിയുടെ ലീഗൽ ഗാർഡിയൻ ആയിരിക്കും, അല്ലെങ്കിൽ കോർട്ട് അപ്പോയിൻറ്റഡ് മാനേജർ ആയിരിക്കും. ലീഗൽ ഗാർഡിയൻ നിയമപരമായിട്ടുള്ള ഗാർഡിയൻ, അതായത് പേരൻസ് അല്ലെങ്കിൽ മദർ, അല്ലെങ്കിൽ എന്താ പറയണത്, പേരൻസ് ഫാദർ ഓർ മദർ, അല്ലെങ്കിൽ ആരാണ്? കോർട്ട് അപ്പോയിൻറ്റഡ് മാനേജർ. കോർട്ടായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു മാനേജറായിരിക്കും ഈ വ്യക്തിയുടെ അസസ്മെൻറ്റിൽ വരുന്ന ടാക്സ് ലയബിലിറ്റി ഒക്കെ പേ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അതായത് മെൻ്റലി ഇൻകേപ്പബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ഉള്ളൊരു വ്യക്തിയും ഇൻഡിവിജ്വലാണ്. സപ്പോസ് ആ വ്യക്തിക്ക് ഇൻകം ഉണ്ടെങ്കിൽ, പക്ഷേ അസസ്മെൻറ്റ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ കോർട്ട് അപ്പോയിൻറ്റഡ് മാനേജറിൻ്റെ മേളിലായിരിക്കും. അപ്പോൾ ആരായിരിക്കും ടാക്സ് പേ ചെയ്യേണ്ടി വരുന്നത്? അദ്ദേഹത്തിൻ്റെ ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ കോർട്ട് അപ്പോയിൻറ്റഡ് മാനേജർ തന്നെയായിരിക്കും. എക്സാമ്പിൾ നോക്കിയേ. ഇഫ് എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്സ് ഓൺ പ്രോപ്പർട്ടി ആൻഡ് ഏൺസ് റെൻറ്റ്, ഇൻകം ഈസ് ടാക്സബിൾ ബട്ട് ദ ഗാർഡിയൻ ഫയൽസ് റിട്ടേൺ ആൻഡ് പേസ് ടാക്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മെൻ്റലി ഇൻകേപ്പബിൾ ആയിട്ടുള്ളൊരു വ്യക്തിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ആ ഒരു പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നത് ആ വ്യക്തിയാണ്. അതുപോലെ തന്നെ ആ ഒരു പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുത്ത് അതിൽ നിന്നൊരു ഇൻകം ആ വ്യക്തിക്ക് ജനറേറ്റ് ആവുന്നുണ്ട്. ആ ഒരു വ്യക്തിക്ക് മെൻ്റലി ഇൻകേപ്പബിൾ ആണ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അൺസൗണ്ട് മൈൻഡുള്ള ഒരു വ്യക്തിയാണ് എന്ന് വിചാരിച്ച് ഇൻകം ടാക്സബിൾ അല്ലാതാവുന്നില്ല. ഇൻകം ടാക്സബിൾ ആണ്, പക്ഷേ അദ്ദേഹത്തിന് ടാക്സ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടാക്സ് മാറ്റേഴ്സ് ഹാൻഡിൽ ചെയ്ത് എന്താണ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നത് ആരായിരിക്കും? ഗാർഡിയൻ ആയിരിക്കും. അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യുന്നത് ആരായിരിക്കും? ഗാർഡിയൻ ആയിരിക്കും. ഈ ഗാർഡിയൻ 2 ടൈപ്സിലുണ്ടെന്ന് പറയുന്നുണ്ട്. ആരൊക്കെയായിരുന്നു? ലീഗൽ ഗാർഡിയൻ അല്ലെങ്കിൽ കോർട്ട് അപ്പോയിൻറ്റഡ് മാനേജർ ആയിരിക്കും. ഇത്രയാണ് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡിൽ വരുന്നത്. എന്താ? അൺസൗണ്ട് മൈൻഡിലുള്ള വ്യക്തിയും ഇൻഡിവിജ്വലാണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡിസീസ്ഡ് പേഴ്സൺ അല്ലെങ്കിൽ ഡെഡ് പേഴ്സൺ എന്ന് പറയുന്നത്. മരിച്ചുപോയ ഒരു വ്യക്തി എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ആവുന്നതെന്ന് നോക്കാം. ഈവൻ ആഫ്റ്റർ എ പേഴ്സൺ ഡൈസ്, their income may still need to be taxed. A dead person cannot be assessed directly. Assessment is done on the legal representatives. Who is a legal representative? Heir, son, daughter, spouse, executor of will, administrator of estate. അതായത് ഒരു മരിച്ചുപോയ വ്യക്തിക്കും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ആ വ്യക്തിക്ക് ഏതെങ്കിലും വഴിയിൽ കൂടെ ഇൻകം വരുന്നുണ്ട്, പക്ഷേ ആ പേഴ്സൺ ഒരു ഡെഡ് പേഴ്സൺ ആണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഒരു ഇൻഡിവിജ്വൽ ആകുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻകത്തിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഈവൻ ആഫ്റ്റർ പേഴ്സൺ ഡൈസ്, ഒരു വ്യക്തി മരിച്ചു എന്ന് വിചാരിച്ച് അവരുടെ ഇൻകം സ്റ്റിൽ വന്നുകൊണ്ടിരിക്കും അല്ലേ? ആ ഒരു കേസസിൽ
ഡയറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പേഴ്സണെ അസസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ലീഗൽ റെപ്രസെൻറ്റേറ്റീവിനെ ആയിരിക്കും അസസ്മെൻറ്റ് ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഇസ് ഡൺ ത്രൂ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് വഴിയായിരിക്കും അസസ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെ ആരായിരിക്കും ഈ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്? ഒന്നാമത്തെ കേസ് പറയുന്നതാണ് ഹയർ, സൺ, ഡോട്ടർ, സ്പൗസ്. അതായത് ആ ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പം ആ വ്യക്തിയുടെ ഇൻകവും പ്രോപ്പർട്ടീസും ഒക്കെ ആരുടെ പേരിലേക്കാണോ മാറുന്നത് ആ വ്യക്തിയാണ് ഹയർ എന്ന് പറയുന്നത്. അത് ആരൊക്കെ ആവാം? ഒന്നെങ്കിൽ സൺ ആവാം, അല്ലെങ്കിൽ ഡോട്ടർ ആവാം, അല്ലെങ്കിൽ സ്പൗസ് ആവാം. രണ്ടാമത്തെ എന്ന് പറയുന്നത് എക്സിക്യൂട്ടർ ഓഫ് വില്ല് എക്സിക്യൂട്ട് ചെയ്യുന്ന ആരാണോ അയാൾ. അത് വേണമെങ്കിൽ ഒരു ലീഗലി ഉള്ള ആളായിരിക്കും, ഏതെങ്കിലും വക്കീലോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും എക്സിക്യൂട്ടർ ഓഫ് വില്ലെന്ന് പറയുമ്പം. മൂന്നാമതാണ് അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എസ്റ്റേറ്റ്. അദ്ദേഹത്തിൻ്റെ എസ്റ്റേറ്റ് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത്, അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ആ വ്യക്തിയും എന്താണ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആവാം. അപ്പോൾ ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ ഒരു ഡെഡ് പേഴ്സണെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വ്യക്തിയുടെ ഇൻകം ആ വ്യക്തിയുടെ മേലിൽ അസസ് ചെയ്യാനോ ആ വ്യക്തിയെ കൊണ്ട് ടാക്സ് അടപ്പിക്കാനോ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കേസിൽ ആരായിരിക്കും അസസ്മെൻറ്റിൽ വരുന്നത്? ആ വ്യക്തിയുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. അതിൽ ഹയർ വേണേ ഉണ്ടാവാം, എക്സിക്യൂട്ടർ ഓഫ് വില്ല് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എസ്റ്റേറ്റ് ആവാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് സിറ്റുവേഷൻസ് നോക്കാം. ഈ ഡിസീസ്ഡ് പേഴ്സൻ്റെ സിറ്റുവേഷൻസ് ആണ്. ഒന്നാമത്തെ ഇൻകം ബിഫോർ ഡെത്ത്. ടാക്സ് അപ്ലൈസ് നോർമലി. ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഫയൽ റിട്ടേൺ ഓൺ ബിഹാഫ് ഓഫ് ദ ഡിസീസ്ഡ്. അതായത് ബിഫോർ ഡെത്ത് ആ ഒരു വ്യക്തി മരിക്കുന്നതിന് മുൻപ് ജനറേറ്റ് ചെയ്ത ഒരു ഇൻകം ഉണ്ടാവുമല്ലോ, ആ ഇൻകത്തിൽ ആരായിരിക്കും ടാക്സ് പേ ചെയ്യുന്നത്? ആ ഒരു വ്യക്തി തന്നെ ആയിരിക്കും. കാരണം ഓൾറെഡി ആ വ്യക്തി മരിച്ചു കഴിഞ്ഞു, പക്ഷേ ഇൻകം ജനറേറ്റഡ് ആയത് എപ്പോഴാണ്? മരിക്കുന്നതിന് തൊട്ട് മുൻപാണ്. അങ്ങനെയുള്ള ഒരു കേസസിൽ ടാക്സ് നോർമലായിട്ടുള്ള എത്ര ടാക്സ് ആണോ അത് അപ്ലൈ ആവും. പക്ഷേ ഈ ഒരു വ്യക്തിയുടെ ഇൻകത്തിൻ്റെ ബേസിസിലുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആരായിരിക്കും? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും. ആരായിരിക്കും? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓൺ ബിഹാഫ് ഓഫ് ദ ഡിസീസ്ഡ് പേഴ്സൺ ഇഫ് ദ ഇൻകം ഈസ് ഏൺഡ് ബിഫോർ ഡെത്ത്. മരിക്കുന്നതിന് മുൻപാണ് ഇൻകം ജനറേറ്റ് ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാക്സൊക്കെ നോർമലായിട്ട് എത്രയാണോ അപ്ലൈ ആവുന്നത് അത്രയും തന്നെ അപ്ലൈ ആവുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ ഒരു പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ ബേസിസിലുള്ള റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും. രണ്ടാമത്തെ കേസാണ് ഇൻകം ആഫ്റ്റർ ഡെത്ത്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഇൻകം ഉണ്ടാവുന്നത്. ഇൻ സച്ച് കേസ് എന്താണ് ചെയ്യുന്നത്? ഇൻകം ഫ്രം അസറ്റ്സ് ആഫ്റ്റർ ഡെത്ത് ടാക്സ്ഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആസ് റെപ്രസെൻറ്റേറ്റീവ് അസസി. ആ ഒരു കേസസിലും ആരാണ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് തന്നെയാണ്. ഇൻകം ആഫ്റ്റർ ഡെത്ത്, അതായത് മരിച്ചതിന് ശേഷം ജനറേറ്റ് ആവുന്ന ഇൻകത്തിന് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇൻകം ടാക്സ് പേ ചെയ്യുന്നതും ആരാണ്? ആ ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് തന്നെയായിരിക്കും. ഇതാണ് രണ്ട് സിറ്റുവേഷൻസ് എന്ന് പറയുന്നത്. ഇൻകം ബിഫോർ ഡെത്ത്, മരിക്കുന്നതിന് മുമ്പ് ജനറേറ്റഡ് ആവുന്ന ഇൻകവും മരിച്ചതിന് ശേഷം ജനറേറ്റഡ് ആവുന്ന ഇൻകത്തിൻ്റെയും എന്താണ് അസസ്മെൻറ്റ് നടത്തുന്നത് ആരുടെ പേരിലാണ്? റെപ്രസെൻറ്റേറ്റീവ് അസസി അല്ലെങ്കിൽ ലീഗൽ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ബേസിസിലായിരിക്കും. എക്സാമ്പിൾ നോക്കിയേ. If a person dies in December, income from April to December taxed as deceased income filed by legal representative. അതായത് ഒരു വ്യക്തി ഡിസംബറിലാണ് മരിക്കുന്നത്. അപ്പോൾ ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള ഇൻകം, അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ തൊട്ട് ഡിസംബർ വരെയുള്ള ഇൻകം എങ്ങനെയാണ് ആരാണ് ഫയൽ ചെയ്യുന്നത്? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരിക്കും ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ കീ കോൺസെപ്റ്റ് എന്ന് പറയുമ്പം റെപ്രസെൻറ്റേറ്റീവ് അസസി.
In all these cases, minors, unsound mind, deceased persons, the actual person earning income is different, but another person files tax on their behalf. This person is called a representative assessee. റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കുറേ കേസസ് കണ്ടു. അതായത് മൈനറിന് ഇൻകം ജനറേറ്റഡ് ആവുന്ന കേസ്, ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ ഇൻകം ജനറേറ്റഡ് ആവുന്ന കേസ്, അതുപോലെ തന്നെ ഡിസീസ്ഡ് പേഴ്സൺ ഇൻകം ജനറേറ്റഡ് ആവുന്ന കേസ്. ഈ ഒരു കേസസിലെല്ലാം അദ്ദേഹത്തിൻ്റെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ അദ്ദേഹം ആരെയാണോ ഏൽപ്പിക്കുന്നത് അവരായിരിക്കും അസസ്മെൻറ്റ് ചെയ്യുന്നതും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ടാക്സ് പേ ചെയ്യുന്നതും. അങ്ങനെയുള്ള കേസസിൽ ഈ ഒരു വേറൊരു തേർഡ് പാർട്ടി ഇതിൽ ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അതായത് റെപ്രസെൻറ്റേറ്റീവായിട്ട് ആരാണോ ആ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ആ ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറഞ്ഞാൽ ഇൻകം ആരുടെ പേരിലാണോ ജനറേറ്റഡ് ആവുന്നത് ആ ഒരു വ്യക്തി ആയിരിക്കില്ല ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും, പകരം വേറൊരു വ്യക്തിയായിരിക്കും. ഈ ഒരു അസസീനെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് വേറൊരു പേഴ്സൺ ആയിരിക്കും ഈ ഒരു റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതും ഒക്കെ. ആ ഒരു വ്യക്തിയെ പറയുന്നത് പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. നോക്കിയേ, ഇൻ ഓൾ these cases, minor, unsound mind, deceased, the actual person earning income is different, but another person files tax on their behalf. Actual person ആരാണോ ഇൻകം അക്വയർ ചെയ്യുന്നത് ആ ഒരു വ്യക്തി ആയിരിക്കില്ല, പകരം വേറൊരു വ്യക്തി ആയിരിക്കും ടാക്സ് ഫയൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയെ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. ഇനി നമുക്ക് സമ്മറി നോക്കാം. ഇൻഡിവിജ്വലിൻ്റെ നമ്മൾ സെക്ഷൻ 2 സബ്സെക്ഷൻ 31 അനുസരിച്ച് പേഴ്സൺ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഫസ്റ്റ് കമ്പോണൻറ്റ്, അതായത് ഇൻഡിവിജ്വലാണ് നമ്മളിന്ന് നോക്കിയത്. അതിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്? ഇൻഡിവിജ്വൽ എന്ന് പറയുമ്പം ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് പറയാം. ബേസിക് കോൺസെപ്റ്റായിട്ട് പറയുമ്പോൾ ഒരു നാച്ചുറൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് പറയാം. പിന്നെ അതിൽ ആരൊക്കെയുണ്ട്? മൈനറുണ്ട്, അൺസൗണ്ട് മൈൻഡുണ്ട്, ഡിസീസ്ഡ് പേഴ്സൺ ഉണ്ട്. ഈ മൈനറിൻ്റെ കേസിലാണെങ്കിൽ ആരായിരിക്കും അസസ് ചെയ്യുന്നത്? അസസ് ചെയ്യപ്പെടുന്നതും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും ഒക്കെ അസസിയുടെ ഗാർഡിയൻ ആയിരിക്കും. ഒന്നെങ്കിൽ പേരൻസ് ആവാം, അല്ലെങ്കിൽ ലീഗലി അപ്പോയിൻ്റ് ചെയ്തേക്കുന്ന ഒരു ഗാർഡിയൻ ആവാം. അങ്ങനെ മൈനറിൻ്റെ കേസസിൽ ഗാർഡിയൻ ആയിരിക്കും ഒരു ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇനി ഒരു മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഒരു അൺസൗണ്ട് മൈൻഡുള്ളൊരു പേഴ്സൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും ആരായിരിക്കും? ലീഗലി അപ്പോയിൻറ്റഡ് മാനേജർ അല്ലെങ്കിൽ ഗാർഡിയൻ ആയിരിക്കും. ആരാണ്? ലീഗലി അപ്പോയിൻറ്റഡ് മാനേജർ അല്ലെങ്കിൽ ഗാർഡിയൻ ആയിരിക്കും. ഇനി ഒരു ഡിസീസ്ഡ് പേഴ്സൺ, ഒരു ഡെഡ് പേഴ്സൻ്റെ ഇൻകത്തിൻ്റെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും ആരായിരിക്കും? ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും. ഒരു ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരിക്കും ഈ ഒരു ഡിസീസ്ഡ് പേഴ്സണിൻ്റെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതും ടാക്സ് പേ ചെയ്യുന്നതും. ഇനി നമ്മൾ മൈനർ, അൺസൗണ്ട് മൈൻഡ്, ഡിസീസ്ഡ് പേഴ്സൺ ഈ 3 കേസിലും വേറൊരു വ്യക്തി ആയിരിക്കും ആ ഒരു വ്യക്തിയുടെ ടാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സോ ആ വേറൊരു വ്യക്തിയെ, ആ ഒരു തേർഡ് പാർട്ടിയെ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. ഇൻ ഓൾ കേസസ് ടാക്സ് ലയബിലിറ്റി എക്സിസ്റ്റ് ബട്ട് റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ്. നമ്മളിപ്പോൾ കണ്ട കേസിലൊക്കെ ടാക്സ് ലയബിലിറ്റി എക്സിസ്റ്റ് ആവുന്നുണ്ട്, പക്ഷേ ആ ഒരു ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി, ആ ഒരു ടാക്സ് ലയബിലിറ്റി പേ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ആവുന്നുണ്ട്. ആ ഒരു ഷിഫ്റ്റ് ആവുന്ന വ്യക്തി ആരാണ്? ആരുടെ മേലിലേക്കാണ് ആ ഒരു ടാക്സ് ലയബിലിറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ആവുന്നത്? ആ വ്യക്തിയെ പറയുന്ന പേരാണ് റെപ്രസെൻറ്റേറ്റീവ് അസസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇഫ് യു ഫൈൻഡ് ദിസ് വീഡിയോ യൂസ്ഫുൾ, പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗോഡ് ബ്ലെസ് യു.